പായസം ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? അങ്ങനെയുണ്ടെങ്കിൽ ഈ ഒരു പായസം തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ചവ്വരി ഒരു പാത്രത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെക്കുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറുപയറ് പരിപ്പാണ്. അതും റോസ്റ്റ് ചെയ്ത ശേഷം ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഒരു പാത്രത്തിലേക്ക് ചവ്വരി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പരിപ്പും ഒരു വിസൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വെല്ലം ഉരുക്കിയത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനു വേണ്ടി ഞാൻ ഒരു 3 പീസ് വെല്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. പശുവും പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുൾ ഫാറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ വെള്ളം എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ ആ ഒരു 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിന്. പായസം തിളക്കുന്ന സമയത്ത് മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും നെയ്യിൽ വറുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.